ബാഴ്സലോണയും റയൽ മാഡ്രിഡും മുഖാമുഖമെത്തുന്ന എൽ ക്ലാസിക്കോ പ്രിയ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അത് അങ്ങനെയാണ് വിശേഷിപ്പിക്കുക. ഇന്റർനാഷണൽ ഫുട്ബോളിലെ അർജന്റീന ബ്രസീൽ പോരാട്ടം, മാഞ്ചസ്റ്റർ ഡെർബി, ബൊക്ക ജൂനിയേഴ്സും റിവർ പ്ലേറ്റും പോരടിക്കുന്ന ദ സൂപ്പർ ക്ലാസിക്കോ. ഫുട്ബോൾ മൈതാനത്ത് ഇങ്ങനെ ഒരുപാട് വൈരങ്ങളുണ്ട്. എന്നാൽ ക്രിക്കറ്റ് മൈതാനത്തെ ഇന്ത്യ പാക് വൈരത്തിന് സമാനതകളില്ല. അയൽക്കാരുടെ ആവേശത്തിന്റെ, ആ വൈരത്തിന്റെ, ആ വാശിയുടെ കഥ പറയും ശ്രീജിത്ത് ബാലകൃഷ്ണൻ. സമാനതകളില്ലാത്ത ചരിത്രമാണ് ക്രിക്കറ്റ് കളത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരിന്റേത്. ഓരോ മത്സരവും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്ന താരങ്ങളും ആരാധകരും. കേവലം കളി എന്നതിലുപരി രാഷ്ട്രീയവും വൈകാരികവുമായ വലിയ മാനങ്ങളുണ്ടതിന്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കലാശപ്പോരിലെത്തുമ്പോൾ മത്സരം തീപാറുമെന്ന് വെറുതെ പറയുകയല്ല. 1992 ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കിരൺ മോറയുടെ തുടർച്ചയായ അപ്പീലുകളിൽ അസ്വസ്ഥനായ പാക് താരം മിയാൻദാദിന്റെ കങ്കാരുച്ചാട്ടം ഓർമ്മയില്ലേ? 1996 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും ബാറ്റ് കൊണ്ടും പ്രകോപിപ്പിച്ച അമീർ സുഹൈലിനെ ബൗൾഡാക്കിയ വെങ്കടേഷ് പ്രസാദിനെ എങ്ങനെ ഇന്ത്യൻ ആരാധകർ മറക്കും? നേർക്കുനേർ ഏറ്റുമുട്ടിയ ഷോയബ് അക്തറും മുഹമ്മദ് കൈഫും, ഷാഹിദ് അഫ്രീദിയും ഗൗതം ഗംഭീറും, കയ്യാങ്കളിയുടെ വക്കിലെത്തിയ താരപ്പോര് ഏറെയുണ്ട് ചരിത്രത്തിൽ. പൊതുവെ ശാന്തനായ ഇൻസമാമുൽ ഹക്ക് ഇന്ത്യൻ ആരാധകനെ ആക്രമിക്കാൻ ശ്രമിച്ചതും ഒരു യോഗിയെപ്പോലെ എന്നും കളത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള രാഹുൽ ദ്രാവിഡിന് പോലും പരിധി വിടേണ്ടി വന്നതും വീറും വാശിയും ഉണർത്തുന്ന ഇന്ത്യൻ പാക് ചരിത്രകഥ. കൊണ്ടും കൊടുത്തും മുന്നേറിയ ഇന്ത്യ പാകിസ്ഥാൻ പോര് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഏകപക്ഷീയമാണ്. ക്രിക്കറ്റിൽ ഇന്ത്യ ലോകശക്തിയായി വളർന്നപ്പോൾ പാകിസ്ഥാന് ഇടയ്ക്കൊന്ന് കാലിടറി. കുട്ടി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് മൃഗീയ ആധിപത്യവുമുണ്ട്. ലോകവേദികളിലെല്ലാം ഇന്ത്യ മിന്നിത്തിളങ്ങി. പക്ഷേ ഇത്തവണ ദുബായിൽ ഏഷ്യ കപ്പ് T20 എത്തുമ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യമാണ് കളിയിലും കളത്തിലും പ്രകടമായത്. ഹസ്തദാന വിവാദം ചൂടുപിടിപ്പിച്ച ആദ്യ മത്സരങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇന്ത്യ പാക് പോരാട്ടത്തെ ചൂടുപിടിപ്പിച്ചു കഴിഞ്ഞു. മാച്ച് റഫറിയെ മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതും മത്സരം ബഹിഷ്കരിക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിയുമെല്ലാം ഈ ഏഷ്യ കപ്പിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. ബാറ്റിനെ തോക്കാക്കി ആഘോഷിച്ച ഷഹീബ് ഫർഹാനും ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന ഹാരിസ് റൌഫിന്റെ ആംഗ്യവും ഇന്ത്യയെ ചെറുതൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ ഓരോ മറുപടിയും ഓപ്പറേഷൻ സിന്ദൂറിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. പാക് നായകൻ സൽമാൻ ആഗ പതിവില്ലാത്ത വിധം പ്രകോപനപരമായാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. ഇന്ന് ദുബായിൽ ഇന്ത്യയും പാകിസ്ഥാനും ലക്ഷ്യമിടുന്നത് കിരീടം തന്നെ. അതുകൊണ്ട് കലാശപ്പോര് തീപാറുമെന്നുറപ്പ്. ആ പറഞ്ഞതുപോലെ തന്നെയാണ്, തീപാറും പോരാട്ടമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.